Hello my dear students, it's me Muhammad bin Abdullah, CA Mentor at Alliance. നിങ്ങൾ CA ഫൗണ്ടേഷൻ ഇന്റർ ഫൈനൽ എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളാണോ? അങ്ങനെയാണെങ്കിൽ ദിസ് വീഡിയോ ഈസ് ഫോർ യു. എക്സാം സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫൗണ്ടേഷൻ്റെ പേപ്പർ 1ഉം 2ഉം അതുപോലെ ഇന്റർ ഫൈനൽ എക്സാമിൻ്റെ എല്ലാ പേപ്പേഴ്സും അതിൻ്റെ സമയം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെയാണ്. ഫൗണ്ടേഷൻ പേപ്പർ 3 and 4 അതിൻ്റെ സമയം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെയാണ്. എപ്പോഴും അരമണിക്കൂർ മുമ്പ് എത്തുന്നതായി ഉറപ്പുവരുത്തുക. അടുത്തതായി എക്സാമിന് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ക്യാരി ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ആദ്യമായി അഡ്മിറ്റ് കാർഡ്, ID കാർഡ്, പിന്നെ കാൽക്കുലേറ്ററിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പാടില്ല. പെന്നിൻ്റെ കാര്യത്തിൽ ബ്ലാക്ക് ഇങ്ക് ബോൾ പെന്നായിരിക്കണം. HB പെൻസിലും സ്കെയിലും ഇറേസറും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അടുത്തതായി എക്സാം പ്രൊസീജിയേഴ്സിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് 1:45 നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. 1:45 to 2 PM അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാനുള്ള സമയമാണ്. ഇനി ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യാം എന്നത് തീരുമാനിക്കാം. ഇനി 2 മണിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആൻസർ ബുക്ക്ലെറ്റ് നിങ്ങളുടെ കയ്യിലേക്ക് തരും. നമുക്ക് എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറയുമ്പോൾ 2 പാർട്ടായിട്ടാണ് എക്സാം വരാം. അതായത് MCQ എന്ന് പറയുന്നത് പാർട്ട് 1, പാർട്ട് 2 ഡിസ്ക്രിപ്റ്റീവ് ആണ്. MCQയുടെ ആൻസേഴ്സ് ഒക്കെ നമുക്ക് OMR ഷീറ്റിലാണ് ആൻസർ ചെയ്യേണ്ടി വരിക. ഇനി ഡിസ്ക്രിപ്റ്റീവ് ആൻസർ ബുക്ക്ലെറ്റ് തന്നെ എഴുതേണ്ടതാണ്. ഇനി എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണോ നിങ്ങൾ അറ്റൻഡ് ചെയ്തത് എന്ന് മാർക്ക് ചെയ്യാൻ പ്രത്യേകം ഒരു കോൾ ഉണ്ടാവും. അതിലെന്ത് ചെയ്യുക, കറക്റ്റായി ടിക്ക് ചെയ്യുക. ഇത് മറക്കാതെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. MCQയുടെ ആൻസേഴ്സ് OMR ഷീറ്റ് അല്ലാതെ വേറൊരു സ്ഥലത്തും നമുക്ക് എഴുതാൻ വേണ്ടി പറ്റില്ല. പിന്നെ സെക്ഷൻ എയുടെ ആൻസർ സെക്ഷൻ ബിയിലോ അതേപോലെ സെക്ഷൻ ബിയുടെ ആൻസർ സെക്ഷൻ എയിലോ മാറി മാറി എഴുതാനും പറ്റത്തില്ല. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഒരു എക്സാം എഴുതുന്ന സമയത്ത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സോ വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.